Officially, right now, I'm 17. നമ്മളിപ്പോ സർപ്രൈസ് കൊടുക്കാൻ വന്നാണ്. നമ്മൾ ആദർശയുടെ വീട്ടിലാണ്. പക്ഷെ ആദർശില്ല കഴിയില്ല. അത് നമ്മളിപ്പോ ആദർശയുടെ വീട്ടിൽ കേക്ക് കൊണ്ട് വന്നിരിക്കാണ്. പക്ഷെ നമുക്കത് വന്നോ നോക്കാം. ആദർശയുടെ വ്ലോഗ് നീങ്ങില്ല, ഞാൻ വീഡിയോ ചെയ്താ. ഓക്കെ, ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാണ്. വാസുവിന് എന്താണ് ഈ ഒരു പ്ലാനിനെ പറ്റി പറയാനുള്ളത്? നല്ലൊരു പ്ലാനാണിത്. അപ്പൊ അത്രേ ഉള്ളൂ. രക്ഷയ്ക്ക് എന്താ പറയാനുള്ളത്? എന്താവും റിയാക്ഷൻ? ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ആദർശിക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. സോ ഞങ്ങൾ എക്സൈറ്റഡ്. സോ ഗൈസ്, ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ വന്നത് എങ്ങനെയാണ് പറയാം. ഇത് ഞങ്ങൾ വിചാരിച്ചു ആദർശിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെയാണ് മാഡത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ചിലപ്പോ റിയാക്ഷൻ ആയിരിക്കും. നമ്മള് ഇങ്ങനെ വീട്ടിൽ പോയി നമ്മള് റോട്ടിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒക്കെയാണ് നമ്മള് അല്ലെ അവിടേക്ക് വെച്ചാൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ സർപ്രൈസ് അങ്ങനെ വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട്. അതെ, അവിടെ ആദർശയുടെ ദീപ നോക്കിയൊക്കെ. സോറി, ആദർശനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം ഉണ്ടോ? നമ്മളിപ്പോ വെയിറ്റിംഗ് ആണ്. സമയം ഇപ്പോ 4:35 കഴിഞ്ഞു. 4:35 കഴിഞ്ഞു. ആദർശക്ക് ക്ലാസ് ഇരുന്നാൽ 4:30 ചിലപ്പോ നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോ സർപ്രൈസ് പൊളിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഹോപ്പ് ഉണ്ട്. അത് ബ്ലോഗ് ഓഫ് ചെയ്തിട്ടില്ല. പോയി ഇതയച്ചോണ്ടോ ചേച്ചി? Happy birthday to you. Happy birthday. മാളവിന്റെ ചേച്ചിക്ക് ജന്മദിനാശംസകൾ. നീറ്റ് ഫസ്റ്റ് ടൈം എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. ഐ എം സോ ഹാപ്പി. എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എനിക്ക് ഇന്നേ വരെ ഒരാള് ബർത്ത്ഡേക്ക് കൈ വിറക്കണം. ബർത്ത്ഡേക്ക് കേക്ക് സർപ്രൈസ് ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ വെറുതെ ഒരു നോർമൽ ഡേ ആയിരുന്ന എൻ്റെ ഈ ദിവസം ദേ മേഡ് സോ സ്പെഷ്യൽ ഗൈസ്.
ഞാൻ ഒട്ടും വിചാരിച്ചില്ല 6:30 മണിയായി, ഇത്രയും നേരം ഇവരിയ്ക്കും, ഇവർ പോകണം. അപ്പം ഞാനായിട്ട് പ്ലാൻ ക്യാൻസൽ ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞു ശാരദ ഇവരോടൊന്ന് പറയൂ, ഇവർ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന പ്ലാൻ 6:30-ക്കുള്ളിൽ പോവാം. പിന്നെ ഞാൻ ആലോചിച്ചു ദക്ഷയ്ക്ക് വൈപ്പിൻ വരെ പോകണം, വാസുവിന് കടന്തര കഴിഞ്ഞ് പോകണം, അപ്പം പണിയായിരിക്കും. അപ്പം ഞാനായിട്ട് പറഞ്ഞ അർദ്ധ എന്നാൽ വേണ്ട, നീ പറഞ്ഞേക്കൂ, പാടായിരിക്കും, പിന്നെ എപ്പോഴും കൂടാതാണ്. ബട്ട് അവരത് പ്ലാൻ ചെയ്ത് അവരത് പോസിബിൾ ആക്കിയപ്പോണ്ടല്ലോ. ഞാൻ ഇന്ന് ലേറ്റ് ആയിരുന്നു, ഞാൻ 5:30-ക്ക് എത്തി. ഞാൻ മിസ്സിന്റെ കൈ കളിപ്പിച്ച് ചോദിച്ചു മിസ് നേരത്തെ വിടുമെന്ന്, പക്ഷെ വിട്ടില്ല. എനിക്കെന്താ പറയട്ടെ, സോ ഹാപ്പി. നിങ്ങള് ലോങ് വീഡിയോ ചോദിച്ചപ്പോ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ഒരു ക്ലിപ്പും ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് അവരൊരു വ്ലോഗ് എനിക്ക് പോസിബിൾ ആക്കി തന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. അതുപോലെ പ്രസി ചേച്ചിയുടെ സർപ്രൈസ്, ഞാൻ ആർദ്രയുടെ ഒക്കെ കേക്ക് കണ്ടപ്പോ തന്നെ അയ്യോ 2 കേക്ക്, ദൈവമേ ആദ്യമായിട്ടൊരു ബർത്ത്ഡേക്ക് 2 കേക്ക്. ഒരു കേക്ക് ഓൾറെഡി മുറിച്ച് കഴിഞ്ഞു നമ്മള് പിറന്നാളുടെ അന്ന്. അപ്പൊ അമ്മ അടുത്ത കേക്ക് കൊണ്ട് അതേ പ്രസി ചേച്ചി, പ്രസേച്ചി വന്നാ, പ്രസേച്ചി കോഴിക്കോട് വയ്ക്ക. അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ലിറ്ററലി ദിസ് ഇസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ബർത്ത്ഡേസ്. ലൈക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല, ഓർത്ത് വയ്ക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 18ാമത്തെ ബർത്ത്ഡേ ഇച്ചിരി കാര്യമായിട്ട് കുറച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ചെയ്യണം എന്നുള്ളത്, അത് സ്പെഷ്യൽ ആക്കാം, ഇത് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇത് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പൊ 9 മണി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത കേക്ക് കട്ടിയാൻ പോവാണ്, അതായത് പ്രസേച്ചിയുടെ കേക്ക് ഇപ്പൊ കട്ടിയാൻ പോവാണ്. എന്താണ് വൈകിയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം കുറച്ച് റഷായിരുന്നു ആർദ്ര ഒരു പോണേന്റെ കാര്യങ്ങളായിട്ടൊക്കെ. ആൻഡ് അതുപോലെ എന്റെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും 2 ഫോണിന്റെ ബാറ്ററിയും തീർന്നിരിക്കുകയാണ്. കാരണം അത്രയും വീഡിയോസ് ആണ് ആർദ്രയും ദക്ഷിണ വാസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിൽ ഞാൻ വന്നേക്കുമ്പോ. അപ്പൊ ഞാൻ എന്നാലും വീഡിയോ ഫോട്ടോസ് ഒക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് മറ്റേ ഒരു കേക്ക് ഫുള്ളി ഞങ്ങൾ കഴിച്ചിരുന്നു, അതിന്റെ ഹാങ് ഓവർ തീർന്നിട്ട് അടുത്ത കട്ടിയാണ്. ഇനി പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചത് അത് ഫ്രിഡ്ജിൽ ഇപ്പൊ തൽക്കാലം ഇരിക്കട്ടെ, അത് നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യാം. കാരണം നാളെ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാൻ ആവശ്യം. സിൻസ് ഇത്രയും കേക്ക് ഉള്ളത് കൊണ്ട് എന്താ വീട്ടിലുള്ളവർ കഴിച്ച് ഷുഗർ കുടിക്കുന്നതിനെക്കാട്ട് നല്ലതാണ് ക്ലാസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നാളെ അങ്ങനെ കൊണ്ടുപോകാൻ ആവശ്യം. ആൻഡ് ഇതാണ് എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇത് നമ്മള് വെക്കേഷന് എടുത്തതാണ്. ഞാൻ അതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. വെക്കേഷൻസ് കുറച്ച് വീഡിയോസ് ഇടാനുണ്ട്. പകലാകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഡ്രസ്സിന്റെ ഭംഗി അറിയാം. ഞാൻ ചുമ്മാ എടുത്തിട്ടേ ഉള്ളൂ കേക്ക് കെട്ടിയത് അടുത്ത്. അപ്പം ചേച്ചിയുടെ കേക്ക് കെട്ടിയാ അപ്പൊ ഐ എം സോ ഹാപ്പി. എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ചേച്ചിയുടെ വക ഒരു ഗിഫ്റ്റ്. അതോ ആ ചേച്ചി അവിടെ നിന്ന് ഇവിടെ നയിക്കുമ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോ കേക്ക് അയച്ചെന്ന പ്രസേച്ചിക്ക്, മഹേഷ് അവനും മാളനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതോടെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ തീരുകയാണ്. രാത്രി 10 മണിക്ക് നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് കൂടെ ഉണ്ട്, വിച്ച് സുൽത്താന. വന്നതും ആൾക്ക് പോകാനുള്ള ധൃതിയായിരുന്നു. അപ്പൊ ഞാനൊരു പീസ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിപ്പോ സുൽത്താനേനെ 1 മാസത്തിന് ശേഷമാണ് കാണുന്നത്. ലൈക്ക് നമ്മളൊരു കോണ്ടാക്റ്റും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. അതുകൊണ്ട് അവളുടെ ഈ ഒരു വിസിറ്റ് എനിക്ക് കുറച്ചൊരു ഇമോഷണലി എന്താ പറയാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്കൊരു ഗിഫ്റ്റ് കൂടെ തന്നിട്ടാണ് പോയിട്ടുണ്ടായത്. ഐഷ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവളുടെ വക എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്.